ഓക്കെ, ഈ ചോദ്യം ശ്രദ്ധിക്കാം. 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എത്ര വരെ കൂട്ടിയാലാണ് 300 കിട്ടുക? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്താ? n × n + 1/2. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തു? തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് എഴുതാം. നിങ്ങൾ തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾ മാറ്റി എഴുതുക. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക സമം n × n + 1/2 എന്നാണ്. n × n + 1/2 നമ്മൾ പഠിച്ചതാണ്. ഈ തുക നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണത്? അപ്പൊ n × n + 1/2 സമം 300 ആണ്. ഈ ഹരിച്ച 2 കൂടുമ്പോൾ എന്തായി മാറി? × 2 എന്നായി മാറും. അപ്പൊ ബാക്കി n × n + 1 സമം എന്തായി മാറി? 600 എന്നായി മാറും. n × n + 1 സമം 600. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായി മാറി? n² + n സമം 600 എന്ന് കിട്ടും. n² + n സമം 600. ശരിയല്ലേ? അപ്പൊ n × n, n², n × 1, n. അപ്പൊ n² + n സമം 600 എന്നായി മാറി. അപ്പൊ ഇതാണ് രണ്ടാമത് സമവാക്യം. ഇനി ഈ സമവാക്യത്തെ നമ്മൾ ആ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 600നെ ഇടതുഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്തായി മാറി? n² + n - 600 സമം 0. ഇനി സൂത്രവാക്യം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. എ കാണാം, ബി കാണാം, സി കാണാം. എന്താ എ? n² ഗുണകം 1, ബിയോ n ഗുണകം 1, സി സ്ഥിരസംഖ്യാപദം. അപ്പൊ എ സമം 1, ബി സമം 1, സി സമം -600. സൂത്രവാക്യം എഴുതാം. എന്താണത്? എക്സ് സമം n സമം, ഇവിടെ n ആയതുകൊണ്ട് n എഴുതുന്നേ ഉള്ളൂ, -b ± √b² - 4ac/2a. എ ബി സിയുടെ വിലകൾ എഴുതുക. ഈ വിലകളുടെ നമ്മൾ കൊടുക്കാം. എന്തായി മാറിയപ്പോ നോക്കാം. ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ -b എന്ന് പറഞ്ഞാൽ -1 ആണ് എഴുതേണ്ടത്. -b ± √, ഇങ്ങോട്ട് നീട്ടി വരക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബി 1² - 4 × 1 × -600. 4 × 1 × -600/2 × 1 എന്നായി മാറി. അപ്പോൾ എന്തായി മാറും? -1 ± 1² 1 തന്നെയാണ്. × - എന്തായി മാറും? പ്ലസ് ആയി മാറും. 4 × 600 2400 എന്ന് കിട്ടും. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും? -1 ± √2401. 2401. ഈ 2401ന്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കണം. ഏതിന്റെ വർഗ്ഗമാണ് 2401 കണ്ടുപിടിച്ച് നോക്കുക. അല്ല അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ 40ന്റെ സ്ക്വയർ 1600, 50ന്റെ സ്ക്വയർ 2500. അപ്പൊ 2500-നേക്കാൾ ചെറുതാണ് ഇത്. അപ്പൊ 50-നേക്കാൾ ചെറുതാണ്. പിന്നെ അവസാനത്തേക്ക് 1 വന്നിട്ടുണ്ട്. അങ്ങനെ ഊഹിച്ചു നോക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. 49 41 ആയിരിക്കും. ഗുണിച്ചു നോക്കി കണ്ടുപിടിക്കണം. അപ്പം 49 -1 ± 49/2 എന്ന് കിട്ടി. ഇനി എന്താക്കി മാറ്റി? 2 നമ്മൾ പിരിച്ചെഴുതുന്നു. -1 കൂട്ടണം 49/2, -1 കുറക്കണം 49/2. -1 49 കൂട്ടിയാൽ 48, 48/2 24 എന്ന് എഴുതാം. ഇത് -50/2 -25. അപ്പൊ n-ന്റെ വിലകള് 24 എന്നും -25 എന്നാ കിട്ടുക. പക്ഷെ ഇവിടെ n എന്താണ്? n എണ്ണൽ സംഖ്യകളാണ്. തുടർച്ചയായ n ആദ്യത്തെ എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യയിൽ എന്തുണ്ടാവൂല? -25 ഉണ്ടാവൂല. അപ്പൊ ഇവിടെ എന്താ? n സമം 24. അപ്പൊ ഈ വില സ്വീകാര്യമല്ല. അപ്പൊ ഈ സമവാക്യത്തിന് എത്ര പരിഹാരമേ ഉള്ളൂ? ഒരു പരിഹാരമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാമത്തെ സമവാക്യത്തിന് ഒരു പരിഹാരമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. n സമം 24 എന്നാണ്. ഇനി നമ്മൾ മറ്റൊരു ചോദ്യം നോക്കാം. ഏത് സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാലാണ് സംഖ്യയുടെ വർഗ്ഗം കിട്ടുക എന്നാണ് ചോദ്യം. അപ്പോ സംഖ്യ x ആയിട്ട് എടുക്കാം. ഇവിടെ സംഖ്യ എന്ന് എഴുതുക. സംഖ്യ സമം x എന്ന് എടുത്തു. ആ സംഖ്യയുടെ കൂടെ 1 കൂട്ടുമ്പോൾ അതിന്റെ വർഗ്ഗം കിട്ടും. അപ്പൊ എക്സിനോട് 1 കൂട്ടുമ്പോൾ എക്സിന്റെ വർഗ്ഗം കിട്ടണം. അതേത് സംഖ്യയാണ്? എക്സിനോട് 1 കൂട്ടുമ്പോൾ വർഗ്ഗം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ടിനെയും ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്തായി മാറി? എക്സ് ഇങ്ങോട്ട് -x, 1 ഇങ്ങോട്ട് വരുമ്പോൾ -1. സമവാക്യം x² - x - 1 സമം 0 എന്നായി മാറും. ഇനി നിങ്ങൾ സമവാക്യം ഉപയോഗിച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഇവിടെ എത്ര? a 1 ആണ്, b -1 ആണ്, c -1 ആണ്. അല്ലെ? അപ്പോ സമവാക്യം എടുക്കുക. x സമം -b ± √b² - 4ac/2a, a1, b -1, c -1. വിലകൾ നൽകുക.
അങ്ങനെ വില നൽകുമ്പോൾ എന്ത് സംഭവിക്കും? 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1 സ്ക്വയർ -4 × 1 × -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 4 × 1 × 1 പറഞ്ഞാൽ 4 തന്നെയാണ്. അപ്പൊ എന്തായി മാറി? റൂട്ട് ഓഫ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 എന്ന് വരും. അപ്പോ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5/2 എന്ന് വരും. മനസ്സിലായല്ലോ? ഇവിടെ റൂട്ട് 5 ആണ്. 5 എന്നത് വർഗസംഖ്യ അല്ലാത്തത് കൊണ്ട് അതിന്റെ വർഗമൂലം എന്തല്ല, ഒരു ഭിന്നക സംഖ്യയല്ല, മറിച്ച് ഒരു അഭിന്നക സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ സംഖ്യ 1 പ്ലസ് റൂട്ട് 5 1 മൈനസ് റൂട്ട് 5/2 1 പ്ലസ് റൂട്ട് 5/2 1 മൈനസ് റൂട്ട് 5/2 അതായത് 1 പ്ലസ് റൂട്ട് 5/2ന്റെ വർഗത്തിനോട് 1 പ്ലസ് റൂട്ട് 5/2 1 കൂട്ടിയാലും അതിന്റെ വർഗവും 1 തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കാണെങ്കിൽ. അതേപോലെ 1 മൈനസ് റൂട്ട് 5ന്റെ വർഗം എന്ന് പറയുന്നത് ഇതിനോട് 1 കൂട്ടിയതിന് തുല്യമായിരിക്കുമെന്ന്. അപ്പോ ഈ രണ്ടാമത് സമവാക്യങ്ങളിലെ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി ഒന്ന്